ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ചെറിയ എക്സാം ഡേ വ്ളോഗാണ്. ഇന്നെനിക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് അറ്റൻഡഡ് ഗ്രേഡ് 2 എക്സാം ആയിരുന്നു. വെളുപ്പിനായിരുന്നു എക്സാം ആയതുകൊണ്ട് ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റു. അപ്പം അമ്മയും എണീറ്റ് എനിക്കൊരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് തന്നു. എന്ന് തന്നെ അച്ഛനാണ് എക്സാമിന് കൊണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ ഒരു ഫ്രണ്ട് അക്കമ്പനി ചെയ്യുന്നുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു വേണ്ട, ഞാൻ ഫ്രണ്ടുമായിട്ട് പൊയ്ക്കോളാമെന്ന്. അപ്പോൾ ഫ്രണ്ടിന് ചെറുമൂട് നിന്നാണ് പിക്ക് ചെയ്യേണ്ടത്. അതുവരെ അച്ഛൻ എന്നെ ചെറുമൂട് വരെ എൻ്റെ കൂടെ വന്നു. പിന്നീട് അവളെ ചെറുമൂട് നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ രാവിലെ പോവുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. ഞങ്ങളെ പരിചയപ്പെടുത്തി തരാം, ആര്യലക്ഷ്മി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തൊക്കെയാണ് പഠിക്കാറുള്ളത്. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത് കേട്ടോ. ഞാൻ അവളുടെ അടുത്ത് വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അവൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവളെനിക്ക് വീഡിയോ എടുത്തു തന്നു. അപ്പോൾ കണ്ണാടി ക്ലിയർ അല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്തൊന്ന് തുടച്ച് വയ്ക്കാൻ പറഞ്ഞു. ഞാൻ തുടച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഇത്ര വെളുപ്പിനൊരു എക്സാമിന് പോകുന്നത്. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ +2 സ്കൂൾ, GHSS പെരിനാട്. നമ്മളെപ്പോലെ തന്നെ കുറേ കൊച്ചുങ്ങൾ എക്സാമിനാണെന്ന് തോന്നുന്നു പോകുന്നത്. ഇത്തിരി കൂടെ ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒത്തിരി വെളുത്തപ്പോഴേ അങ്ങ് ഇറങ്ങി. പക്ഷെ സാരമില്ലായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പോവുമായിരുന്നു. ഈ എക്സാമിന് ഞങ്ങൾ വലുതായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യലക്ഷ്മി. ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് കത്തി അടിച്ചിരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടവൂരിലുള്ള സെൻറ്റ് കാസിമോസ് ചർച്ചൊക്കെ എത്തിയപ്പോഴത്തേക്കും നേരെ അത്യാവശ്യം വെളുത്ത് തുടങ്ങിയിരുന്നു. ഈ പള്ളിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ നേച്ചറൊക്കെ കാണാൻ എന്ത് രസമല്ലേ. ഇത്രയും കൂളായിട്ട് ഞാൻ അടുത്തെങ്ങും ഇതുപോലൊരു എക്സാം എഴുതിയിട്ടില്ല. LDC കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല മടുപ്പ് തോന്നിയിരുന്നു പഠിക്കാനായിട്ട്. LDCയുടെ ഹാങ് ഓവർ വിട്ട് മാറാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഇനി പഠിച്ചു തുടങ്ങണം. കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള എക്സാംസൊക്കെ ഇനി വരാനിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത് കടവൂർ പാലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് അഷ്ടമുടി ലേക്ക്. നമ്മളത് പാസ് ചെയ്ത് നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. ഞാനങ്ങനെ എൻ്റെ സെൻറ്ററിലെത്തി. തേവള്ളി ബോയ്സ് HSലായിരുന്നു എൻ്റെ സെൻറ്റർ. എക്സാം എഴുതാനുള്ള പിള്ളേരൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളായിരുന്നു. ഞാൻ ഒരുപാട് നേരത്തെ എത്തി. ഗൈസ്, അപ്പോൾ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. അത് പക്ഷേ പ്രൊവിഷണൽ കീ വരുന്നവരെ കാണത്തുള്ളൂ. ഞാൻ പിന്നെ ആര്യലക്ഷ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേ. ആര്യലക്ഷ്മി വരുന്നു. 100 അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന വിരക്കമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ആര്യലക്ഷ്മിയോട് ചോദിച്ചാൽ ഈ വട്ടം ഫസ്റ്റ് കൊണ്ട് പോകുമെന്ന്. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ബേക്കറി കയറി ഒരു ചായയും കടിയും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ബേക്കറിയിലെ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളൊരു 3-4 സാധനം അങ്ങ് ഓർഡർ ചെയ്തു. ഞാൻ ഡയറ്റിംഗ് ആയതുകൊണ്ട് കുറേയൊക്കെ കൺട്രോൾ ചെയ്താണ് കഴിച്ചത്. എന്നാലും രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ വിശപ്പും ഉണ്ടായിരുന്നു നല്ലപോലെ. ഈ സോസ് ഫുള്ളെടുത്ത് കുടിച്ചാലോ എന്ന് ചോദിക്കുകയായിരുന്നു അവളുടെ അടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. നമ്മളൊരു ഓണിയൻ പക്കോട, അത് കൊള്ളില്ലായിരുന്നു. പിന്നെ ഒരു വാഴയ്ക്കാപ്പം, ഒരു മോദകം, പിന്നെ ആര്യലക്ഷ്മിയുടെ ഫേവറേറ്റ് ചിക്കൻ പപ്സൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ടത് ചിക്കൻ പപ്സായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് കുറച്ചൊരു പോർഷനേ കഴിച്ചോളൂ. ആര്യലക്ഷ്മിക്ക് ഓണിയൻ പക്കോട കടിക്കാൻ പോലും പറ്റില്ല, അത്ര കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കാശ് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ മൊത്തം അത് ഫിനിഷ് ചെയ്തു. ഞാനൊരു ചായയും ആര്യലക്ഷ്മി ഒരു ബൂസ്റ്റുമായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ വീട്ടിൽ ആൻസേഴ്സൊക്കെ യൂട്യൂബിൽ വീഡിയോസ് നോക്കി ചെക്ക് ചെയ്തു. ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. LDCക്ക് പ്രിപ്പയർ ചെയ്താണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്തതായ കാര്യങ്ങൾ കാണാനുണ്ട്. ഒരുപാട് നെഗറ്റീവ് വന്നു. പഠിച്ച കാര്യങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയി. അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള എക്സാമുകൾ വരുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.